ഇപ്പോൾ നമുക്ക് കാണാം സൈന്യം അവരുടെ ഹെലികോപ്റ്ററിൽ അവർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. സൈനിക ഹെലികോപ്റ്റർ അവർ ഇവിടെ ഒന്നാകെ ചുറ്റി പല തവണകളിലായി ഈ കാടിൻ്റെ ഉള്ളിൽ അവരുടെ റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ നമുക്ക് കാണാം പരിക്കേറ്റ ഒരാളെയും കൊണ്ട് രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് പാലം കടന്ന് ഇവിടേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ തകർന്ന ഒരു ക്ഷേത്രത്തിലാണ്, ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇതൊരു തകർന്നു കിടക്കുന്ന ക്ഷേത്രമാണ്. അതിൻ്റെ അവശേഷിപ്പ് എന്ന് പറയാൻ ആകെ ബാക്കിയുള്ളത് കുറച്ച് തറയും കല്ലും കാര്യങ്ങളും മാത്രമാണ്. തൊട്ടടുത്തൊരു വിളക്ക് തറ നമുക്കിപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് കാണാം. ഈ ഒരു വിളക്ക് തറ മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കല്ലുകൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. പരിപൂർണമായും ഈ ക്ഷേത്രം ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം സ്കൂൾ പോലെ തന്നെ സ്കൂളിന് തൊട്ടടുത്തായിട്ട് തന്നെയായിരുന്നു ഈ ക്ഷേത്രവും ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ഇന്നലെ നമ്മുടെ വാർത്തകളിലും എപ്പിസോഡുകളിലുമൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം ഈ ഭാഗത്താണ്, അഥവാ ഈ കാണുന്ന രക്ഷാപ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്തായിരുന്നു മുണ്ടക്കയത്തേക്ക് പോകുന്ന ആകെയുള്ള ഒരു പാലമുണ്ടായിരുന്നത്. ആ പാലമാണ് ഇവിടെ നിന്ന് നശിച്ചു പോയിരിക്കുന്നത്. ആ പാലം കടന്നു വേണം നമുക്ക് മുണ്ടക്കയത്തേക്ക് പോകാൻ. ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ മുണ്ടക്കയം ഭാഗത്ത് ഒരുപക്ഷെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് ആഘാതമേറ്റ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആളുകൾക്ക് എങ്ങനെ പോകാൻ കഴിയും, അല്ലെങ്കിൽ എത്രമാത്രം ഇവിടെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയുണ്ട് എന്നത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. നമ്മൾ ഇന്നലെ സ്കൂളിൻ്റെ ഒരു ഷോട്ട്, സ്കൂളിൻ്റെ മൈതാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ മൈതാനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നടുവിൽ ഒരു പുഴയായി മാറിയ സ്ഥലം, ആ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നമുക്ക് കാണാം ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ സൈനിക ഹെലികോപ്റ്റർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച. ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. സൈനിക ഹെലികോപ്റ്റർ ഈ മുണ്ടക്കയം ഭാഗത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നല്ല കാറ്റടിക്കുന്നുണ്ട്. സൈനിക ഹെലികോപ്റ്റർ ഇവിടെ ഇറങ്ങുകയാണ് എന്ന് തോന്നുന്നു.